ശ്രീ എം എഴുതിയ ജന്മാന്തരയാത്രകൾ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ളതാണ് ഈ വീഡിയോ. ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമെന്ന് കരുതുന്നു. ഈ അധ്യായത്തിൽ വേശ്യയായി ജീവിച്ച ഒരു പൂർവ്വജന്മത്തെക്കുറിച്ചാണ് ശ്രീ എം ഓർത്തെടുക്കുന്നത്. ഈ വീഡിയോയിലെ ഉള്ളടക്കം എന്റെ വ്യക്തിപരമായ വായനാനുഭവത്തിന്റെ വിവരണമാണ്. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. കേരളത്തിലെ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നതിനു തൊട്ടുമുമ്പ് കൽക്കട്ടയിലെ ചുവന്ന പ്രവിശ്യയായ സോനാഗച്ചിലുള്ള ഒരു വേശ്യയുടെ മകളായിട്ടാണ് ഞാൻ പിറന്നത്. അമ്മ ആ വൃത്തിയിൽ പ്രസിദ്ധയായ ഒരാളായിരുന്നു. കലയും സംഗീതവും സംസാരവുമെല്ലാം മിടുക്കായി കൈകാര്യം ചെയ്യുന്നവൾ. സ്വാഭാവികമായി എനിക്ക് കിട്ടിയ വളർച്ചയും പരിശീലനവും അതേ വഴിയിലായിരുന്നു. നൃത്തവും ഗാനവും അഭ്യസിച്ചു. ആളുകളെ ആകർഷിക്കുന്ന ശൈലി എന്നിൽ വളർന്നു. എന്റെ പേര് ശശികല. ഒരു ദിവസം പതിവായി വരുന്ന വളരെ ഉയർന്ന കുടുംബത്തിലെ ഒരു ധനികൻ മദ്യത്തിന്റെ ലഹരിയിൽ പറഞ്ഞു, നിന്നെപ്പോലെയുള്ളവരില്ലായിരുന്നുവെങ്കിൽ ഞാൻ എത്രയോ മുമ്പ് ആത്മഹത്യ ചെയ്തേനെ. ഇപ്പോഴിതാ സമൂഹം അപരാധികളെന്ന് കരുതുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രദേശത്തെ കാളീക്ഷേത്രത്തിനടുത്ത് ഒരു ദിവ്യനെത്തിയിരിക്കുന്നു. അദ്ദേഹം വളരെ കരുണാമയനാണ്. ധനികൻ തുടർന്നു. നാടകനടനായ ഗിരീഷ് ഘോഷ് ഒരു ദിവസം കണ്ണുനിറഞ്ഞ് എന്നോട് പറഞ്ഞു, അല്ലയോ യുവാവേ, എന്നെപ്പോലെയുള്ളവനുപോലും ഒരു രക്ഷകനെ ലഭിച്ചിരിക്കുന്നു. നമ്മെ പാപവിമുക്തനാക്കുവാനാണ് ഠാക്കൂർ അവതരിച്ചിരിക്കുന്നത്. ഞാൻ ഒരു രാത്രി മദ്യപിച്ച് മതോന്മത്തനായി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അസഭ്യം പറഞ്ഞു. അദ്ദേഹം എന്നെ സ്വന്തം മടിയിലിരുത്തി സ്നേഹാധിക്യത്തോടെ സന്ദേശ് കഴിപ്പിച്ചു. ധനികൻ തുടർന്നു. ഗിരീഷ് ദാദായുടെ പുതിയ നാടകം കാണുവാനായി അദ്ദേഹം നാളെ തിയേറ്ററിലെത്തുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. നിനക്ക് അദ്ദേഹത്തെ കാണണമെന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ട്. നീ വരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് എന്നെ കണ്ടാൽ പരിചയഭാവം കാണിക്കരുത്. ഞാനതിൽ പ്രത്യേക താൽപ്പര്യം കാണിച്ചില്ല. സന്യാസിമാരെല്ലാം ഒരുപോലെയല്ലേ എന്നായിരുന്നു എന്റെ സംശയം. എന്നാൽ അടുത്ത സന്ധിയിൽ എന്തോ ഒരു ആന്തരിക പ്രേരണ എന്നെ നാടകശാലയിലേക്ക് കൊണ്ടുപോയി. പരിപാടി അവസാനിക്കാനൊരുങ്ങുമ്പോഴായിരുന്നു ഞാനെത്തിയത്. ആളുകൾ ഒത്തുനിന്നിടയിൽ ലളിതവേഷത്തിലുള്ള ആ സന്യാസിയെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സ്നേഹവും സമാധാനവും തെളിഞ്ഞുനിന്നു. രുദ്രാക്ഷമോ കാഷായ വസ്ത്രമോ ഇല്ല. എങ്കിലും ഉള്ളിലെ പ്രകാശം മുഖത്ത് തെളിഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്തു നിന്നിരുന്ന യുവശിഷ്യന്റെ മുഖവും ശ്രദ്ധ പിടിച്ചു. പിന്നീടാണ് ആ യുവാവ് നരേന്ദ്രനാഥ് ദത്തയാണെന്നറിയാൻ കഴിഞ്ഞത്. വെള്ള ധോത്തിയും കുർത്തയും അതിനും മീതെ ഒരു കറുത്ത മേൽക്കുപ്പായവുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. ഗിരീഷ് ചന്ദ്ര ഘോഷ് അദ്ദേഹത്തിന്റെ കാൽക്കൽ സാഷ്ടാംഗ പ്രണാമമർപ്പിച്ചു. അതിപ്രശസ്തനായ നാടകകൃത്തെന്നതുപോലെ തന്നെ മദ്യപനും സ്ത്രീലമ്പടനുമായ അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം എന്നെ കണ്ട് കൈകാട്ടി വിളിച്ചു. ഞാൻ അടുത്തേക്ക് പോയി മുട്ടുകുത്തി നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ കാലിൽ എന്റെ നെറ്റിത്തടം സ്പർശിച്ചു. അരുത്, എഴുന്നേൽക്കൂ അമ്മേ, അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു. തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ എന്റെ ഉള്ളിൽ അപ്രതീക്ഷിതമായൊരു വികാരം പൊട്ടിത്തെറിച്ചു. കണ്ണുനീർ സ്വയം ഒഴുകി. താങ്കളുടെ ഹൃദയത്തിൽ അധിവസിക്കുന്ന മാതാവ് ഉണരട്ടെ എന്നു പറഞ്ഞ് അനുഗ്രഹിച്ചു. പുറപ്പെടുന്നതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു, ദക്ഷിണേശ്വരിലേക്ക് വരൂ. അതെന്റെ ഉള്ളിൽ ഒരു വിത്തുപോലെ പതിഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു വെള്ളിയാഴ്ച പുലർച്ചെ ഞാൻ ദക്ഷിണേശ്വറിലേക്ക് യാത്രയായി. കുതിരവണ്ടിയും വള്ളവും മാറിക്കയറി ക്ഷേത്രത്തിലേക്കെത്തി. ക്ഷേത്രഗോപുരം ദൂരത്ത് തെളിഞ്ഞു. അന്നേ ദിവസം തിരക്ക് കൂടുതലായിരുന്നു. ഞാൻ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളല്ലെങ്കിലും ആ ദിവസം എന്റെ മനസ്സിൽ വിചിത്രമായ സന്തോഷം നിറഞ്ഞിരുന്നു. കാളിമാതാവിന്റെ വിഗ്രഹം കണ്ടപ്പോൾ ഒരു നിമിഷം ലോകം മറന്നുപോയതുപോലെ തോന്നി. വിഗ്രഹം തൊഴുത് ഞാൻ പുറത്തെത്തി. ക്ഷേത്രമുറ്റത്ത് പ്രവേശന കവാടത്തിനരികിൽ വെച്ച് ഞാൻ ഒരാളോട് ചോദിച്ചു, പരമഹംസൻ എവിടെയാണ് താമസിക്കുന്നത് എന്നറിയാമോ? പരമഹംസനോ? ഓ, ആ ഭ്രാന്തൻ പുരോഹിതനല്ലേ? എനിക്ക് മനസ്സിലായി നിന്നെ. പ്രവേശന കവാടത്തിനു പുറത്തെത്തി ഇടത്തോട്ടു തിരിയുക. ശിഷ്യന്മാർ അടുത്തില്ലാത്തപ്പോൾ അയാൾ വേശ്യകളുമായി ഇടപാടുകൾ നടത്താറുണ്ടെന്ന് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. വേഗം ചെല്ല്, നിനക്ക് പറ്റിയ ആൾ തന്നെ. അവന്റെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചെങ്കിലും അവൻ പറഞ്ഞ വഴിയിലൂടെ ഞാൻ നടന്നു. ഒരു ചെറിയ മുറിയുടെ വരാന്തയിൽ ആളുകൾ കൂട്ടമായി നിൽക്കുന്നത് കണ്ടു. അകത്തോട്ട് നോക്കിയപ്പോൾ കട്ടിലിലിരുന്ന് സംസാരിക്കുന്ന ആ സന്യാസിയെയും മുന്നിലിരുന്ന് തബല കൈകാര്യം ചെയ്യുന്ന യുവശിഷ്യനെയും കണ്ടു.
തിയേറ്ററിൽ കണ്ട യുവതി വന്നിരിക്കുന്നു, ശിഷ്യൻ പറഞ്ഞു. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അറിയാം, കാരണം കറുപ്പാണ്. ഒരിക്കൽ ഉപയോഗിച്ചാൽ എക്കാലത്തേക്കും നിങ്ങൾ അടിമയായിത്തീരും. ഈശ്വരനെക്കുറിച്ചുള്ള അന്തർബോധത്തിന് തുല്യമായ മറ്റൊരു ലഹരി പദാർത്ഥവുമില്ല തന്നെ. ചുറ്റും നിന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട പോലെ ഞാൻ വിസ്മയത്തോടെ നിന്നു. ഞാനും ഉറക്കെ ചിരിച്ചു. ആരോ എന്റെ അടുത്തെത്തി പരുഷമായി പറഞ്ഞു, വഴിമാറി നിൽക്കൂ, അകത്തു പോകരുത്. ഇതൊരു പരിശുദ്ധമായ സ്ഥലമാണ്. നിനക്കിവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ വരാന്തയിലെങ്ങാനും പോയിരിക്കൂ. അകത്ത് പ്രവേശിക്കാൻ അനുവദിക്കാതെ വരാന്ത അരികിലിരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ അകത്തുനിന്നുള്ള ചിരികളും സംഭാഷണവും കേട്ടു. അപ്രതീക്ഷിതമായി എന്റെ പരിചയക്കാരനായ ഒരു സമ്പന്നൻ എന്നെ കണ്ടപ്പോൾ കണ്ണുകൾ തിരിച്ചു. ഈ സ്ഥലത്ത് എന്റെ സ്ഥാനമില്ലെന്നൊരു ബോധം എന്നിലുയർന്നു. എങ്കിലും ഉള്ളിലെന്തോ മാറിക്കൊണ്ടിരുന്നു. ആ സന്യാസിയുടെ സ്നേഹദൃഷ്ടിയും ക്ഷേത്രത്തിലെ അനുഭവവും എന്റെ ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കാൻ തുടങ്ങിയിരുന്നു. വരാന്തിയിലിരിക്കുമ്പോൾ അകത്തുനിന്ന് തബലയുടെ താളം കേട്ടു. അതിനൊപ്പം ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു മൃദുല ഗാനം ഒഴുകിയെത്തി. ആ ശബ്ദത്തിൽ അനുരാഗവും സമർപ്പണവും കലർന്നിരുന്നു. എന്റെ സമീപത്തിരുന്ന ഒരാൾ പറഞ്ഞു, ഗുരുവിനുവേണ്ടി പാടുന്നത് നരേനാണ്. ശ്യാമമാതാവെന്റെ ഉള്ളിൽ കടന്നെത്തിയതങ്ങനെ ഗാനം അവസാനിച്ചപ്പോൾ എനിക്കുള്ളിൽ ഒരസാധാരണമായ നിശബ്ദത നിറഞ്ഞു. പിന്നാലെ ബാലസ്വരമുള്ള മൃദുവായ ശബ്ദത്തിൽ ഗുരുവിന്റെ വാക്കുകൾ കേട്ടു. അല്പസമയത്തിനകം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത കുട്ടികളുടേതുപോലെ മൃദുവായതും കുറച്ചിടറിയതുമായ ശബ്ദത്തിൽ സ്വാമിജി പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ ശ്രദ്ധിക്കൂ. എല്ലാം ശരിയായിരിക്കാം, പക്ഷേ എനിക്കെന്നെപ്പറ്റി വ്യതിരിക്തമായി ചിന്തിക്കുവാനാണിഷ്ടം. അവൾ മധുരവും ഞാനത് നുകരുവാൻ ഇഷ്ടപ്പെടുന്ന ഉറുമ്പുമാണ്. അതിനു മറുപടിയായി യുവശിഷ്യന്റെ ശബ്ദം, എനിക്കെല്ലാം ഒന്നാണ്, പരബ്രഹ്മം മാത്രം. അല്പസമയത്തിനു ശേഷം മദ്യപനെപ്പോലെ ഇടറിയ കാൽവയ്പുകളുമായി ശിഷ്യന്റെ താങ്ങോടെ ഗുരു പുറത്തേക്ക് നടന്നു. പടിക്കെട്ടിനരികിലിരുന്ന ഞാൻ മേലോട്ട് നോക്കി. ആ നിമിഷം എനിക്ക് ദൃശ്യമായത് സാധാരണ കാഴ്ചയല്ലായിരുന്നു. ഗുരുവിന്റെ രൂപം മാറി കറുത്ത നിറത്തിൽ മനോഹരമായ ദേവീസ്വരൂപം എനിക്കരികിലേക്ക് വരുന്നതുപോലെ തോന്നി. ആ രൂപം എന്റെ താടി ഉയർത്തി പറഞ്ഞതുപോലെ ഞാൻ അനുഭവിച്ചു, മകളെ, ഞാൻ നിന്റെ ഉള്ളിലും വസിക്കുന്നു. അത് കേട്ട് ഞാൻ കരച്ചിലിൽ മുങ്ങി. പാദങ്ങളിൽ വീണ് സമർപ്പണത്തോടെ ഞാൻ കരഞ്ഞു. എത്ര നേരം ആ അവസ്ഥയിൽ കഴിഞ്ഞുവെന്നെനിക്കറിയില്ല. കണ്ണു തുറക്കുമ്പോൾ ഞാനൊരു ചെറിയ മുറിയിൽ കിടക്കുകയായിരുന്നു. എന്റെ തല ഒരു സ്ത്രീയുടെ മടിയിൽ. അവർ സ്നേഹത്തോടെ തലമുടി തടവി സാന്ത്വനിപ്പിച്ചു. ഇപ്പോഴെങ്ങനെയുണ്ട് കുട്ടി? അവർ ചോദിച്ചു. അവരുടെ മുഖത്തിലെ കരുണ എന്നെ വീണ്ടും കരയിച്ചു. പിന്നീട് മനസ്സിലായി, അവർ ശാരദാദേവിയായിരുന്നു. ഇന്ന് ഗുരു നിന്നെ അനുഗ്രഹിച്ചു. നീ ഭാഗ്യവതിയാണ്. പോയി മുഖം കഴുകിവരൂ, അവർ പറഞ്ഞു. തിരിച്ചെത്തിയപ്പോൾ അവർ എന്റെ മുടി ചീകി ഒരു പൂവിട്ടു. അവർ ശാന്തമായി പറഞ്ഞു, സ്വാമിജിയും ശിഷ്യന്മാരും കൽക്കട്ടയിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ നിന്റെ വരവ് ആദ്യത്തെയും അവസാനത്തെയും താണ്. ഈ ജന്മം ഉടൻ അവസാനിക്കും. മുമ്പത്തെ ജന്മങ്ങളിൽ നീ മഹാനായ ഹിമാലയൻ ഗുരുവിന്റെ ശിഷ്യയായിരുന്നു. അടുത്ത ജന്മത്തിൽ വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊരു ഭയം തോന്നിയില്ല, മറിച്ച് മനസ്സിൽ അപൂർവമായ സമാധാനം നിറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ അമ്മ എന്റെ മുഖം കണ്ടു ചോദിച്ചു, നീ സ്വാമിജിയെ കണ്ടോ? എന്തോ മാറിയിരിക്കുന്നു നിന്നിൽ. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു, അവിടം വളരെ ശാന്തമാണ്. അതിനുശേഷം പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ എനിക്ക് മനസ്സില്ലാതായി. വരുമാനമില്ലാതായി, എങ്കിലും തീരുമാനം മാറ്റിയില്ല. 3 ആഴ്ചകൾക്കു ശേഷം ഒരു വൈകുന്നേരം അമ്മ മുടി ചീകിക്കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചിൽ വേദന തോന്നി. തല അമ്മയുടെ മടിയിൽ വച്ചു. വേദന പെട്ടെന്ന് മാറി. പകരം
ഒരഗാധ നിർവൃതിയെത്തി. ചുറ്റുമുള്ള ലോകം മങ്ങിപ്പോയി. മല്ലിപ്പൂവിന്റെ സുഗന്ധം പരന്നു. കാളിമാതാവ് എന്റെ മുന്നിൽ പ്രത്യക്ഷയായി. കുനിഞ്ഞ് എന്റെ നെറ്റിയിൽ ചുംബിച്ചു. കാളിമാതാവ് നിവർന്നപ്പോൾ തൽസ്ഥാനത്ത് എന്റെ പ്രിയപ്പെട്ട സ്വാമിജി പ്രത്യക്ഷനായി. ഞാൻ നിന്നെ കൊണ്ടുപോകാനാണ് വന്നത്. വരൂ കുട്ടി, നിന്റെ ഇടതുഭാഗത്തേക്ക് നോക്കൂ. അവിടെ നിന്റെ മുൻജന്മങ്ങളിലെ ഗുരുവായ ഹിമാലയൻ യോഗി ബാബാജി നിൽക്കുന്നു. ഞാൻ നോക്കി. അതിസുന്ദരനും നീണ്ട തവിട്ടുനിറമുള്ള തലമുടിയുള്ളവനും ചെറിയ ഒരു ശുഭനിറ കൗപീനം ധരിച്ചവനുമായ ഒരാൾ നിൽക്കുന്നു. അതിവേഗം അദ്ദേഹത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. സന്തോഷം കൊണ്ട് ഉറക്കെ വിളിച്ചു, ബാബാജി. നിനക്ക് എന്റെ അരികിലെത്തുവാൻ ഒരു ജന്മം കൂടി കാത്തിരിക്കണം. എന്റെ പ്രിയ ശിഷ്യനായ മഹേശ്വരെ ഞാൻ നിന്റെ അടുത്തേക്ക് അയക്കാം. ഒരു മുസ്ലിം കുടുംബത്തിൽ പുരുഷനായി നീ പിറക്കും. ഈ ജന്മത്തെയും അടുത്ത ജന്മത്തെയും വേർതിരിക്കുന്ന സീമയിലൂടെ നാം ഇപ്പോൾ സഞ്ചരിക്കുകയാണ്. നിന്റെ ആത്മാവ് നിർവൃതിയിൽ വിശ്രമിക്കും. അതിനുശേഷം അടുത്ത ജന്മമെടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കും. ഓം ശാന്തി. അതിനുശേഷം ഞാൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതുപോലെ തോന്നി. അമ്മ കരയുന്നത് കാണാമായിരുന്നു. എന്നാൽ ഞാൻ ശാന്തതയിലേക്ക് ഒഴുകി, ഒരു ദീർഘനിദ്രയിലേക്ക് പതിയുന്നതുപോലെ. എല്ലാം വെളിച്ചത്തിലും ശാന്തിയിലും ലയിച്ചു. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.